നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി എഗ്ഗാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിന് വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. അത് ഓരോ മുട്ടയും 4 പീസായി മുറിച്ച് വെക്കണം. പിന്നെ വേണ്ടത് മൈദ, ഒരു സവാള ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ഒരു ക്യാപ്സിക്കം വലുതായി മുറിച്ചത്, വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി മുറിച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി. വേണ്ടത് 3 തരം സോസാണ്. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ, അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 4 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ നല്ല കട്ടിയായി കലക്കി വെക്കുക. ഇനി ഈ മാവിലേക്ക് നമ്മൾ പുഴുങ്ങി കഷ്ണങ്ങളായി മുറിച്ച് വെച്ച ഓരോരോ മുട്ടയുടെ കഷ്ണങ്ങൾ എടുത്ത് ഈ മാവിൽ നന്നായി മുക്കിയതിന് ശേഷം ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ നന്നായി ചൂടാവുമ്പോൾ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഒരു പാനിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് സവാളയും കുറച്ച് മാത്രം ഉപ്പും ഇട്ട് അത് നന്നായി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് അതും ചെറുതായി ഒന്ന് വഴറ്റുക.
പിന്നെ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കവും ചേർത്ത് അതും നന്നായി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ച 3 തരം സോസാണ്. ആദ്യമായി ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് അതൊന്ന് ചെറുതായി ഒന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അതും ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും ഒഴിച്ച് അതും നന്നായി ഒന്ന് വഴറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിട്ട് അത് ഈ സോസിൽ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി വെക്കുക. നമ്മൾ ഒഴിച്ച ഈ 3 സോസും ഈ മുട്ടയുടെ കഷ്ണങ്ങളിലെല്ലാം നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം ആവശ്യത്തിനുള്ള സ്പ്രിംഗ് ഓണിയനും ഇട്ട് സ്റ്റൗ ഓഫ് ആക്കുക.